കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം. നമുക്ക് ആദ്യം മലനാടിനെ പറ്റി നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ അഥവാ 250 അടിയിലധികം ഉയരമുള്ള പ്രദേശങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഈ പറയുന്ന മലനാട്. അതുപോലെ തന്നെ പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി ചോദിച്ചാലും മലനാടാണ്. മലനാടിന്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതെന്ന് ചോദിച്ചാലും മലനാടാണ്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 48% എന്താണ്? മലനാടാണ്. മലനാടിന്റെ ശരാശരി ഉയരം വന്നിട്ട് 900 മീറ്റർ ആണ്. 900 മീറ്റർ. മലനാടിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിന് കിഴക്ക് ഭാഗത്താണ്. അതുപോലെ തന്നെ മലനാടിൽ ചെയ്യുന്ന പ്രധാന കൃഷികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തേയില, കാപ്പി, റബ്ബർ, ഏലം, പിന്നെ മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ് മലനാടിൽ കൃഷി ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. കേരളത്തിൽ മലനാട് ഭൂപ്രദേശം ഭാഗമായി വരുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പശ്ചിമഘട്ടത്തെ പറ്റി നോക്കാം. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത്. സഖ്യപർവ്വതം എന്ന് അറിയപ്പെടുന്നതും പശ്ചിമഘട്ടമാണ്. ശരാശരി നീളം, പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ആണ്. അതിൽ കേരളത്തിൽ മാത്രമുള്ള നീളം എന്ന് പറയുന്നത് 450 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങളുണ്ട്. 6 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. കേരളം, തമിഴ്നാട്, കർണാടക, പിന്നെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സ്റ്റേറ്റ് അഥവാ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. കർണാടക. കേരളത്തിൽ പശ്ചിമഘട്ടം 13 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ 13 ജില്ലകളിൽ എന്ത് വ്യാപിച്ചു കിടപ്പുണ്ട്? പശ്ചിമഘട്ടം വ്യാപിച്ചു കിടപ്പുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ സ്വാധീനം ഇല്ലാത്ത ആ ഒരു ജില്ല, മൊത്തം 14 ജില്ലകൾ കേരളത്തിലുണ്ട്. അതിൽ 13 ജില്ലകളിലും പശ്ചിമഘട്ടം വ്യാപിച്ചു കിടപ്പുണ്ട്. വ്യാപിച്ചു കിടക്കാത്ത ആ ഒരു ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. പശ്ചിമഘട്ടത്തിന്റെ സ്വാധീനം ഇല്ലാത്ത ഏക ജില്ല ചോദിച്ചാൽ അത് ഏതാണ്ട് ആലപ്പുഴയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ സംരക്ഷിത പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. അടുത്ത നമുക്ക് സൈലന്റ് വാലിയെ പറ്റി നോക്കാം. സൈലന്റ് വാലി പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സംരക്ഷിത ജീവി എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങാണ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മക്കാക സിലനസ് എന്നാണ്. ഈ സിംഹവാലൻ കുരങ്ങിന്റെ ഇഷ്ട ഭക്ഷണമാണ് വെടിപ്ലാവ്. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കുലിനിയ എസ്കാർലേറ്റയാണ്. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യാർകൂടമാണ്. അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണുള്ള അഗസ്ത്യാർകൂടമാണ്. അടുത്ത നമുക്ക് അഗസ്ത്യാർകൂടത്തെ പറ്റി നോക്കാം. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് താലൂക്കിലാണ്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 1868 മീറ്റർ ആണ്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമാക്കി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് 2001 ആണ്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ അഥവാ മാബിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന അഗസ്ത്യാർകൂടമാണ്. മാബ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പത്താമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഏതെന്ന് പറയുന്നത് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. അത് 2016 മാബ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോ റിസർവ് ആണ് ഏതെന്ന് പറയുന്നത് അഗസ്ത്യാർകൂടം. 2016. അടുത്ത് നമുക്ക് ആനമുടിയെ പറ്റി നോക്കാം. ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 2695 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെയും ഉപദ്വീപീയ ഇന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതെല്ലാം ആനമുടിയുടെ പ്രത്യേകതകളാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഈ പറയുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിന് തെക്ക് ഭാഗത്താണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളത്തെ സംരക്ഷിത ജീവി ഏതെന്ന് ചോദിച്ചാൽ വരയാടാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നീലഗിരി ട്രാഗസ് ഹൈലിയോക്രിയസ് എന്നാണ്. തമിഴ്നാടിന്റെ സംരക്ഷിത മൃഗമാണ് ഈ പറയുന്ന വരയാട്. പശ്ചിമഘട്ടത്തിന്റെ റാണി അഥവാ രാജ്ഞി എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞിയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവാണ് ഈ പറയുന്ന നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സ്ട്രോംബിലാന്തസ് കുന്തിയാന എന്നാണ്. മൂന്നാറിൽ സംഗമിക്കുന്ന മലനിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആനമലയും ഏലമലയും പളനിമലയും. നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുണ്ടള, നല്ലതണ്ണി, മുതിരമ്പുഴ. അടുത്ത നമുക്ക് ഇടനാടിനെ പറ്റി നോക്കാം. ഇടനാടെന്ന് പറയുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട്. ഇടനാടിന്റെ ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. അഥവാ 25 അടി തൊട്ട് 250 അടി വരെയാണ് ഇടനാടിന്റെ ഉയരം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാട് കാണാനായിട്ട് കഴിയുന്നത്. ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിരെന്ന് പറയുന്നത് തീരപ്രദേശവുമാണ്. ഇടനാടിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് വെച്ചാൽ അത് ലാട്രേറ്റ് മണ്ണാണ്.
പ്രധാന കൃഷികൾ ഈ പറയുന്ന ഇടനാടിൽ കാണപ്പെടുന്ന പ്രധാന കൃഷികളാണ് നെൽകൃഷി, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മരിച്ചീനി, വാഴ, കശുമാവ്, റബ്ബർ. ഇത്രയുമാണ് പ്രധാന കൃഷി എവിടത്തെ ഇടനാടില്. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കണ്ടുവരുന്ന ലാറ്ററൈറ്റ് മണ്ണിന്റെ നിക്ഷേപങ്ങളാണ് ലാറ്ററൈറ്റ് കുന്നുകൾ എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് അങ്ങാടിപ്പുറം. രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇടനാടിനെ പറ്റി മറക്കാതെ ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് തീരപ്രദേശത്തെ പറ്റി നോക്കാം. തീരപ്രദേശം എന്ന് പറയുന്നത് കേരള ഭൂവിസ്തൃതിയുടെ 10%. തീരപ്രദേശത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്ററിൽ താഴെയാണ്, അഥവാ 25 അടിയിൽ താഴെ. ഇവിടുത്തെ മണ്ണിനം എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലും അതുപോലെ തന്നെ തെങ്ങുമാണ്. കേരളത്തിന്റെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൽമനൈറ്റും അതുപോലെ തന്നെ മോണോസൈറ്റുമാണ്. ഇൽമനൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനത്തിന്റെ അയിരാണ്, അതുപോലെ തന്നെ മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ തോറിയത്തിന്റെ അയിരാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയെ 3ആയി തിരിച്ചിട്ടുള്ള മലനാട്, ഇടനാട്, തീരപ്രദേശത്തെ പറ്റിയുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും PSC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ യെസ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ.